ഒരു റിലേഷൻഷിപ്പിന്, അവരെന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറിച്ചിപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളിൽ കുറേ പേര് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടായിരിക്കില്ല. ആ ഒരു പേഴ്സൺ ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ കാര്യങ്ങളൊന്നും നിങ്ങൾ മേ ബി തുറന്ന് പറയുന്നുണ്ടായിരിക്കില്ല. കുറേ പേരുടെ ഇതിൽ എനർജീസിൽ എനിക്ക് അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുന്നില്ല, അത് മറച്ചു വെച്ചുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് ഈ ഒരു ബന്ധത്തിൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറെക്കുറെ ആ ഒരു പേഴ്സണ് ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം എന്ന് പറയുന്നത് ഏറെക്കുറെ അവരുടെ ഒരു വേറെ പല സാറ്റിസ്ഫാക്ഷനും കൂടി ഉള്ളത് മാത്രമാണ് എന്നുള്ളൊരു ഇതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയുക അങ്ങനെയൊക്കെയുള്ളൊരു കാര്യത്തിൽ നിൽക്കുന്ന ഒരു അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ ഒരു ചിന്താഗതി തന്നെ അതായിരുന്നു. അല്ലെങ്കിൽ അവരുടെ കുറേ ഒരു ടൈം പാസ് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ളൊരു ചിന്താഗതി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ വ്യക്തി. ഓക്കെ, പക്ഷേ അത് മാറിയത് നിങ്ങളെ കണ്ടതിന് ശേഷമാണ്. ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, മേ ബി അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അവർ വേറെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ മുമ്പ് വേറെ പല റിലേഷൻഷിപ്പും കഴിഞ്ഞ് വന്നവരായിരിക്കണം. പക്ഷെ അതൊക്കെ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു ടൈം പാസിന് വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, കുറച്ച് ടൈം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് നാളുകൾ നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു, ആ ഒരു ത്രില്ലും ഇൻട്രസ്റ്റും പോയപ്പോൾ അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. മേ ബി അതിൽ കുറേ ട്രോമാസും അനുഭവിച്ചിട്ടുള്ളവർ ഉണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു ട്രോമാസൊക്കെ നിങ്ങളെ കണ്ടതിന് ശേഷമായിരിക്കണം ആ ഒരു വ്യക്തിക്ക് അവിടെ കുറേ എല്ലാം മറക്കാനായിട്ട് സാധിച്ചിരുന്നത്. ഒരു റിലേഷൻഷിപ്പിൻ്റെ നിന്നും വരുന്ന വിഷമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ ഓൾറെഡി ഉണ്ടായി പോയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരിക്കണം. അതെല്ലാം ഒരുവിധം എന്താ പറയുക, ഹീൽ ചെയ്തത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കണം. ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല, ഇത് എന്നെക്കൊണ്ട് അല്ലെങ്കിൽ മുമ്പ് ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ എനിക്കങ്ങനെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഈ ഒരു ബന്ധത്തെ എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. അത് മുമ്പ് പല റിലേഷൻഷിപ്പും വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈസി ആയിട്ട് തന്നെ അത് ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന് അങ്ങനെ ഇവർക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ കാണുന്നുണ്ട്. ഇവരെ പെട്ടെന്ന് മറക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടായിട്ട് ആയിരിക്കും കേട്ടോ, അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും അതേ ഫീലിങ്സ് അവിടെ കാണുന്നുണ്ട്. എത്രയൊക്കെ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ 10 മടങ്ങ് ഇരട്ടി ശക്തിയോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ മെമ്മറീസ് അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പ് മറക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മറക്കണമെന്ന് വിചാരിക്കുന്നിടത്തിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മെമ്മറീസ് വന്നടിക്കുന്നുണ്ടായിരിക്കണം. അത് താങ്ങാനുള്ള ശേഷി പോലും നിങ്ങൾക്കിപ്പോൾ കാണുന്നില്ല, അവർക്കും ഇല്ല. അവർക്കില്ല എന്നല്ല, അവർക്കുണ്ട്. നിങ്ങൾക്കില്ല, അവർക്ക് കുറേയൊക്കെ ഉണ്ട്. പക്ഷെ അവർ എന്താ പറയുക, വണ്ടറടിക്കുകയാണ്, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്, എനിക്ക് വേറൊരു ഇതും ഡീൽ ചെയ്യാൻ പറ്റാത്ത. അവർ മേ ബി പല കാര്യങ്ങളും ഈസി ആയിട്ട് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും, പല ബുദ്ധിമുട്ടുകളിലൂടെ മേ ബി കടന്നു വന്നിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മുമ്പ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തന്നെ അവർ ഈസി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കണം, ഈ ഒരു ഓവർകം ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ ഒരു കാര്യം, ഈ ഒരു ബന്ധം അവർക്ക് ഒട്ടും തന്നെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. മേ ബി അവിടെ തേർഡ് പാർട്ടി കണക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും ആ ഒരു അവരുടെ എനർജിയെ കോഡ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നവർക്ക്. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലൊരു തീ കാണുന്നുണ്ട് അവരുടെ മനസ്സിൽ. അവർ പുറമേ കാണിക്കുന്ന, അവർ പുറമേ സന്തോഷമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു തീ കാണുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ ടോട്ടലി കുറേ ഉപേക്ഷിക്കാനായിട്ട്, മേ ബി അവർ ഒരു ഉപേക്ഷിക്കാം, ഇത് നിർത്താൻ എനിക്ക് പറ്റില്ല, വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കണം. പക്ഷേ പറ്റുന്നുണ്ടായിരിക്കില്ല, പല കാര്യത്തിലും അവർക്ക് പല സിറ്റുവേഷനും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് എത്രത്തോളം വലുതായിരുന്നു,
എത്ര നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളത്. മേ ബി ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്തോ എവിടെയൊക്കെ ഒരു പോസിറ്റീവ്നെസ് കാണുന്നുണ്ട് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തോ ഒരു പോസിറ്റീവ്നെസ് ആ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഉണ്ടായിരുന്നു, ആ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നപ്പോൾ ഞാൻ ജീവിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ആ വ്യക്തിക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾക്കും അതെ കേട്ടോ, ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ എന്തോ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ, സന്തോഷം എന്താണെന്ന് പല രീതിയിലും നിങ്ങൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതായിരിക്കണം. ഒരുപാട് ലവ് ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത വ്യക്തികളാണ് നിങ്ങളെന്ന് കാണിക്കുന്നുണ്ട്. ബിക്കോസ് എന്തോ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്ന് കാണിക്കുന്നുണ്ട്. സോ ഹെൽപ്പ് ഫ്രം എബോ എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഈ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ആരോടാണോ? നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർക്കാണോ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. അവരെടുത്ത് നിങ്ങളെ അപ്രോച്ച് ചെയ്യുക. നിങ്ങളെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കണം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുനാഥ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ടാരറ്റ് റീഡിംഗ് ആയിരിക്കണം. ടാരറ്റ് റീഡിങ്ങിലൂടെ അല്ലെങ്കിൽ ടാരറ്റ് റീഡേഴ്സിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് മേ ബി ഇത് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസും മേ ബി ആയിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങളടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും പറയാം, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തുറന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം നിങ്ങൾക്ക് പലർക്കും. അത് ഈ പരിചയമുള്ളവർ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെന്ത് വിചാരിക്കും, എങ്ങനെ അവരത് എടുക്കും എന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ കൊണ്ടത് പറ്റുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് വലിയൊരു കറേജ് തന്നെ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് വളരെ വീക്കായിട്ട് പോകുന്നൊരു എനർജിയും കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു ലവ് അഫെയർ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും അതിലെന്തായാലും ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് വേണം, അത് എന്തായാലും വേണം. ചിലർ പറയണ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇപ്പം എന്താണ് പ്രശ്നം? ഇപ്പം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളെ ഭാര്യയ്ക്ക് ഇതൊന്ന് കൊടുത്തു നോക്കൂ, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മീൻസ് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിൽ അതൊന്ന് കൊടുത്തു നോക്കുക, അവർ ഹാപ്പി ആകും. അല്ലെങ്കിൽ ഭർത്താവിന് ഇതൊന്ന് കൊടുത്തു നോക്കുക, അവർ ഹാപ്പി ആവും. പക്ഷെ അത് മാത്രമല്ല, അതല്ല റിലേഷൻഷിപ്പിൻ്റെ അടിത്തറ എന്നുള്ളതാണ് ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്.